എങ്ങനെ R15 V2 അണ്ടർ യോക്ക് സെറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഞാൻ അപ്പുറം സ്പേസർ എന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് വരുന്നത്. ഇച്ചിരി നീളമുള്ളൊരു ബോൾട്ട് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് ടെക് ആൻഡ് വ്ലോഗ് മലയാളി യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പക്ഷേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ എങ്ങനെ R15 V2 അണ്ടർ യോക്ക് സെറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അണ്ടർ യോക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി പറയുവാണെങ്കിൽ സംഭവം നമ്മുടെ ഈ യോക്ക് ഉണ്ടല്ലോ, ഇത് താഴെ വരും. അതാണ് നമ്മുടെ നമ്മുടെ സ്പോട്ട് ചെയ്യാവും നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ലെവലിലേക്കൊന്ന് ഇച്ചിരി താഴോട്ടാവും നമ്മുടെ സ്പോട്ടി പൊസിഷനാവും. ഞാൻ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. വലിയ ചിലവും കാര്യമൊന്നുമില്ല, നമ്മുടെ വണ്ടി തന്നെ ചെയ്താൽ മതി. പിന്നെ ഒരു സ്പേസർ അടിക്കേണ്ടതുണ്ട്, അതിൻ്റെ കേസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഫുൾ നമ്മൾ ഈ യോക്ക് ഇളക്കണം. യോക്ക് ഇളക്കി നമ്മൾ ടോപ്പ് ലൈറ്റ് ഇളക്കി വെച്ചതിന് ശേഷം ഞാൻ ബാക്കി കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ മൊത്തത്തിൽ അഴിച്ചിട്ടുണ്ട്. ടോപ്പ് ലൈറ്റ് അഴിച്ചിട്ടുണ്ട്, യോക്ക് അഴിച്ചു. ഇനി ചെയ്യേണ്ട സിമ്പിൾ പരിപാടിയാണ്. ഇത് കണ്ടല്ലോ, ഈ യോക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇതേ ഇതിൻ്റെ താഴോട്ട് ഇറക്കി വിടുക. ശരിക്കും പറഞ്ഞാൽ ഈ യോക്ക് ഇനി ഇവിടെയാണ് വരാൻ പോകുന്നത്, ഈ ഒരു ലെവലിലേക്കാണ് ഈ യോക്ക് വരാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഈ അപ്പർ പ്ലേറ്റ് എടുത്ത് മേളിൽ വെക്കും. അപ്പം ഇപ്പുറത്തെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സൈഡിലെയും താഴോട്ട് ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത്രയും സാധനം ഇറങ്ങിപ്പോവും, താഴോട്ട് നല്ല രീതിക്ക് ഇറങ്ങിപ്പോവും. എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ ടോപ്പ് ലൈറ്റ് കയറ്റി വെക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന അണ്ടർ യോക്ക് എന്ന് പറയുന്നത് സെറ്റപ്പ്. ഇത്രേ ഉള്ളു പരിപാടി. ഇതാണ് മെയിൻ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നല്ല രീതിക്ക് താന്നിരിക്കും ഫ്രണ്ട് വശത്ത് നോക്കുമ്പോഴത്തേക്ക് വണ്ടി ഈ ഒരു ലെവലൊക്കെ മൊത്തത്തിൽ താന്നിരിക്കും ഫുൾ സെക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഞാൻ അപ്പുറം പോയി കാണിച്ചു തരാം. ഇതിൻ്റെ അടുത്തൊരു സ്പേസ് കണ്ടോ, ഈ ഒരു സ്പേസ് ആണ് ഇവിടുത്തെ. ഈ സ്പേസ് നമ്മളിനി ഫില്ല് ചെയ്യണം വൃത്തിക്ക്. എൻ്റെ അകത്തൊരു ഒരു സ്പേസർ പോലെ സെറ്റപ്പ് ഇട്ട് നല്ല വൃത്തിക്ക് ഫില്ല് ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത്. അതിന് മുന്നേ സംഭവം നമുക്കൊന്ന് ജസ്റ്റ് ചുമ്മാ എല്ലാതെയും ഒന്ന് കൊടുത്ത് മുറുക്കി വെച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് കണ്ടല്ലോ, അപ്പോൾ സംഭവം കണ്ടല്ലോ പക്കയാണ് കേട്ടോ. അത് ഇത് കണ്ടോ, അണ്ടർ യോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സംഭവം ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണേലും ഇത് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇവിടുത്തെ സ്പേസ് ഇനി തെന്നി താഴെ പോകാതിരിക്കാനായിട്ട് ഇവിടെ ലോക്ക് ചെയ്യണം, ഇതിലോട്ട് ലോക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടെ സ്പേസ് ഇടേണ്ടതുണ്ട്. ആ രണ്ട് പണിയാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. ബാക്കി ഫേസിൽ വണ്ടി ഞാൻ കയറി ഇരുന്നിട്ട് നല്ലപോലെ വണ്ടി ആ ഒരു എന്നാ പറയുക 2 ഇഞ്ച് ഹാൻഡിൽ താഴോട്ട് പോയിട്ടുണ്ട്. വണ്ടിയിലോട്ട് കയറി ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ലെവലൊക്കെ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ പിച്ചയുടെ താന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ലുക്ക് ഉണ്ടല്ലോ എത്രത്തോളം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം മേളിൽ ഇപ്പോൾ ഒരു ടോപ്പ് ലൈറ്റ് ഇത്ര ഹൈറ്റ് വന്നു, യോക്ക് അടിയിലോട്ട് പോയി. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇവിടത്തെയൊക്കെ സെറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ അത് പക്കയാവും. വേറെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല, സിമ്പിളാണ് അണ്ടർ യോക്ക് ആക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇനി ഇതിന് സ്പേസർ ഞാൻ ഒപ്പിച്ചിട്ട് ബാക്കി പരിപാടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം എന്താണ് അടുത്ത ഐഡിയ എന്നുള്ളത്. സോ ഗൈസ്, അപ്പം നമ്മളതിൻ്റെ എന്നാ പറയണ്ടേ അണ്ടർ യോക്ക് ആക്കുന്ന പരിപാടിയുടെ ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. അഴിക്കുന്ന സംഭവമൊക്കെ കാണിച്ചു. അപ്പം ഞാൻ പോയിട്ട് എൻ്റെ സ്പേസറെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്പേസർ എന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്പേസർ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു മറ്റേ ഫ്രണ്ട് 4 കോർണർ നമ്മൾ ഒടിഞ്ഞു പറഞ്ഞ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കട്ടിയെടുത്താണ്. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം അത് ഏകദേശം പക്കാ സ്യൂട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ അപ്പർ പ്ലേറ്റിൻ്റെ അടിവശം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ പക്കാ സ്യൂട്ടായിട്ടിരിക്കണം. എന്നാലേ ഒരു വൃത്തി ഉണ്ടാക്കിയത്. അതിരിക്കാൻ വൃത്തിയും, കാരണം ഇച്ചിരി ഓവർ ലൂസായി കഴിഞ്ഞാൽ കിടന്ന് ഇളകാനും തുടങ്ങും, ടൈറ്റായിട്ട് വെക്കാനും പറ്റത്തില്ല. സോ നമ്മൾ അതിൻ്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അല്ലാണ്ട് മേടിക്കേണ്ട വന്നിട്ട് സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇത് കണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ അതിനകത്ത് വരുന്ന ത്രെഡ് വരുന്ന ഇച്ചിരി നീളമുള്ളൊരു ബോൾട്ട് മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു വാഷർ മേടിച്ചിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ സ്റ്റോക്ക് ടോപ്പ് ലൈറ്റിൽ സെറ്റപ്പ് ഉണ്ട്. ആൻഡ് 10-ൻ്റെ നീളമുള്ള 2 അല്ലെങ്കിൽ. അപ്പോൾ ഇതേ നമ്മൾ ടോപ്പ് ലൈറ്റ് ഇതാണ്, നമ്മൾ ആ ഒരു സ്പേസർ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ യോക്ക് ആദ്യമേ ഇറക്കി വെക്കുക. നമ്മുടെ യോക്ക് ആദ്യമേ ഇറക്കി വെക്കണം അകത്തോട്ട്. 2 സൈഡിൽ യോക്ക് ആദ്യം ഇറക്കി വെച്ച ശേഷം നമ്മുടെ ടോപ്പ് ലൈറ്റ് സാധാരണ സെറ്റ് ചെയ്യുന്ന പോലെ ഇതിലോട്ട് കയറ്റി വെക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ, ഇത് കറക്റ്റ് നമ്മുടെ മേൽവശത്ത് ആ ഒരു സ്പേസ് നേരെ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുവാണെങ്കിൽ കാണാൻ ഇച്ചിരി രസം ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകും, ഒരു കുഴപ്പമില്ലാതെ. ഈ ഒരു ലെവലിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഈ സാധനം വെക്കുമ്പോഴത്തേക്കും അപ്പുറം ഇപ്പുറം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരേ അളവിൽ സെറ്റ് ചെയ്യണം. കാരണം അത് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് 2 അളവിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നാ പറയണ്ടേ, വണ്ടി കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇരുന്ന് നോക്കി ടയർ വീല് നേരെയാക്കി പക്കയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പം അത് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പറയട്ടെ, അത്
സോ ഗൈസ് ഇപ്പോൾ കണ്ടാലും നമ്മളിത് നമ്മുടെ ടോപ്പ് ലൈറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ യോക്ക് അടിയിലോട്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ലൂസാക്കി ഇട്ടേക്കുവാണ്. അത് നമുക്ക് ചെയ്യാനുണ്ടാവുന്നത്. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സ്പേസർ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സ്റ്റീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അളവും കാര്യങ്ങളൊക്കെ നോക്കണം, രണ്ടളവായി പോകാൻ പാടില്ല. അതിൻ്റെ നമ്മളടുത്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മളെ സ്റ്റോക്ക് വണ്ടി വരുന്ന സ്പേസാണ്. ഇത് നമ്മൾ വെച്ച് നീളം കൂടി നട്ട് മേടിച്ചേക്കുന്നത് കണ്ടല്ലോ, ഇട്ടിട്ട് നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യും. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്യണം, കാരണം നമ്മുടെ ഹാൻഡിലിൻ്റെ സ്റ്റെബിലിറ്റീനെ അത് എന്നാ പറയണ്ട അഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ആദ്യമേ ഇവിടെ ടൈറ്റ് ചെയ്ത ശേഷം വേണം നമ്മുടെ യോക്ക് സെറ്റ് ചെയ്യാനായിട്ട്. നമുക്കത് ടൈറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് അപ്പോൾ നമ്മൾ ടോപ്പ് ലൈറ്റ് നല്ലപോലെ മുറുക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല പക്കായിട്ടിരിക്കുന്നുണ്ട്, സീനൊന്നുമില്ല, ഇളകുന്നൊന്നുമില്ല. ഇനി നമ്മൾ ഈ നീളമുള്ള എലങ്കി എന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സംഭവം സാധാരണ നമ്മൾ എലങ്കി ഇടുന്ന ഇവിടെ ആയിരിക്കും. ഈ വട്ടം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ സ്റ്റേബിളായിട്ട് താഴത്തായിട്ട് നിൽക്കാനായിട്ട് നമ്മളിത് ഇതിൻ്റെ അടിയിൽ കൂടെ ഇത് എലങ്കി ഇട്ട് മുറുക്കാൻ പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതങ്ങനെ നിസ്സാരത്തിൽ ഊരിത്തെറിച്ച് പോകത്തൊന്നുമില്ല. നമ്മൾ ഈ യോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ആ ലെവൽ യോക്ക് നിൽക്കുകയും ചെയ്യും. നിസ്സാരത്തിൽ സാധനം ഊരിത്തെറിച്ച് പോകത്തുമില്ല. എലങ്കി ഇടുന്നതായിരിക്കും ബുദ്ധി, കാരണം സാധാ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പാനർ ഇട്ട് മുറുക്കുന്ന പോസ്റ്റ്. എലങ്കിയാണ് അടിയിൽ കൂടെ ജസ്റ്റ് നമുക്ക് എലങ്കി കയറ്റി വെച്ച് മുറുക്കാം. ഇത് നമ്മൾ അടിയിൽ കൂടെ ഇന്നിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് രണ്ട് ലെവലിൽ നിൽക്കാനും കൂടെ കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ 2 ഹാൻഡിൽ ബാർ നിൽക്കും. നമുക്ക് ലെവൽ പ്രത്യേകിച്ച് അളക്കേണ്ട ആവശ്യമോ ഇല്ല, അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. ആ ടൈറ്റ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞുതരാം. സോ ഗൈസ് അപ്പം നമ്മളിത് സംഭവം അണ്ടർ യോക്ക് സെറ്റ് ചെയ്തു. നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ നേരത്തെ പിടിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ലെവലിലേക്കാണ്. ഇപ്പം നല്ലപോലെ ഒന്നുകൂടെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആണ് നമ്മൾ നട്ടിട്ടേക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു ഹോളിൻ്റെ നേരെ താഴെ നട്ട് വരുന്നത്. അപ്പോൾ ഈ നട്ടിട്ടതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് മുന്നോട്ടും പുറകോട്ടും ഓൾറെഡി നമ്മൾ തെന്നിപ്പോയിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇടുന്നുണ്ട്. ഇതുകൂടെ ഇരുന്നാണ് കറക്റ്റ് നമുക്ക് ആ 2 സ്ഥലത്ത് ഒരേ അളവ് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഹാൻഡിലിൻ്റെ ഒരു ലുക്ക് ഏകദേശം നല്ല രസമായിട്ടുണ്ട്. പുറമേ നിന്നുള്ള ലുക്ക് നല്ലപോലെ മാറുന്നുണ്ട്. കാരണം എന്നാ പറയണ്ട, ഇതൊരു നല്ലപോലെ സ്പോട്ടി ലുക്കായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ച സംശയമാണ് അണ്ടർ യോക്ക് ആക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്നാ പറയണ്ടേ, ഒടി കുറയുമെന്ന് ഒത്തിരി പേര് ചോദിച്ചു. അതേ കണ്ടല്ലോ, ഒടിക്കൊന്നും ഒരു കുറവുമില്ല. ഒടിയൊക്കെ പക്കാ ഒടിയാണ്, ഒരു സീനും ഇല്ല. താക്കോലും കീസെറ്റും എല്ലാം അവിടെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ നമ്മൾ ആപ്പാടെ ചെയ്ത് സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അണ്ടർ യോക്ക് ആക്കാൻ പറ്റിയൊരു സെറ്റപ്പാണിത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ യോക്ക് ഈ ഹാൻഡിൽ ബാറിന് പകരം ഒറിജിനൽ യോക്കിന് പകരം മറ്റേ എന്നാ പറയണ്ടേ കസ്റ്റമായിട്ട് കിട്ടുന്ന മേടിക്കുവാണെങ്കിൽ ഇച്ചിലൂടെ ഇത് മേളിൽ നമുക്ക് കേച്ചാൽ ഇത് കറക്റ്റ് ചേർന്നിരിക്കും. ഈ ഒരു സ്പേസും കാര്യങ്ങളും അവിടെ കാണത്തില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ ഓവറോൾ ലുക്ക് കാണിച്ചിട്ട് ലാസ്റ്റായിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ അണ്ടർ യോക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ. വണ്ടിയുടെ ലുക്കിനെ അത് നല്ല രീതിക്ക് ബാധിക്കുന്ന പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ലുക്കിനെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. കാരണം വേറെ കാര്യമുണ്ട്, ഓൾറെഡി നമ്മുടെ V2-ന് അണ്ടർ യോക്ക് പോലെയാണ് അതിൻ്റെ ലുക്ക് ഇരിക്കുന്നത്. എന്നാ പറയണ്ട, നമ്മുടെ ഇവിടുത്തെ ലുക്ക് ഏകദേശം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇച്ചോട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1.5-2 ഇഞ്ച് ഹാൻഡിൽ താഴോട്ട് പോയിട്ടുണ്ട് ബൈ ഇത് എന്നാ പറയണ്ട റെക്കോർഡ്. പക്ഷെ നമുക്ക് തോന്നത്തില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. പക്ഷേ 2 ഇഞ്ചോളം ഹാൻഡ് താഴോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇനി മൊത്തം ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയാം. നമ്മൾ ചെയ്തേക്കുന്നത് പറയുന്നത് നമ്മൾ മേളിൽ നിന്ന് യോക്ക് എടുത്ത് നേരെ താഴോട്ട് വെച്ചേക്കാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു സ്പേസർ കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ 10-2 എലങ്കീസ് താഴെ നിന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല. ഇവിടുത്തെ ബോൾട്ടിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട്. വണ്ടി പക്ക സ്റ്റേബിളാണ്, ഓടിക്കുമ്പോൾ അടിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ലുക്ക് ഞാൻ ഔട്ടിൽ നിന്നുള്ള ലുക്ക് ഓൾറെഡി ഞാൻ സ്ലോമോ കാണിക്കുമെന്ന് മനസ്സിലായി കാണും. അത്യാവശ്യം നല്ല രീതിക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ കിറ്റോടെ വന്ന് നമ്മുടെ ഈ ഹാൻഡിലൂടെ താത്ത കഴിയുമ്പോഴത്തെ വണ്ടി ഭയങ്കര സ്പോർട്ടി ഫീലായി. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കിറ്റ് ചെയ്ത വണ്ടി തന്നെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് R1M കിറ്റ് V2-ൽ സെറ്റ് ചെയ്തേക്കെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഫാസ്റ്റ് ലാപ്പ് പോലെ നമ്മൾ ആടിയിട്ടുണ്ട്, ഒരു ഡെയിലി ഒബ്സർവേഷൻ. അത് കണ്ടിട്ടില്ലാതെ ഞാൻ ലിങ്ക് പിൻ ചെയ്യാം, അത് ജസ്റ്റ് കയറി കാണുക. സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണത്താക്കാൻ പറ്റുക. വെൽ ഇറ്റ്സ് മീ ശിവ സൈനിങ് ഓഫ് ഫ്രം ടെക് ആൻഡ് ലോ മലയാളം.